സ്വയം കഴിവുകൊണ്ടാണ് ഞങ്ങളുടെ ബിംബങ്ങൾ സഹായിക്കുന്നത് എന്ന നിലക്ക് സഹായം തേടിയിട്ടുണ്ടോ? ഇതല്ലേ നിങ്ങളെ ചോദ്യം? ഞങ്ങൾ പറഞ്ഞിരുന്നു. എപ്പോൾ എന്നറിയുമോ നിങ്ങൾക്ക്? വ്യവസ്ഥയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ? അല്ലാഹു തആല നൽകുന്ന കഴിവ് കൊണ്ടല്ല, അതാ സ്വയം കഴിവുകൊണ്ടാണ്. മക്കയിലെ മുശ്രിക്കുകൾ, ആ മക്കയിലെ മുശ്രിക്കുകളുടെ ബിംബങ്ങളോട് ചോദിക്കുന്നത് സുന്നികൾ അല്ല മുജാഹിദുകൾ. ഇതായിരുന്നു വ്യവസ്ഥ എങ്കിൽ ഞങ്ങളത് തെളിയിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വ്യവസ്ഥ എന്താണെന്നറിയുമോ? ഞങ്ങൾ പറഞ്ഞത് ന്യായീകരിക്കലല്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ എന്താണോ പറയുന്നത് അത് അടുത്ത സെഷനിൽ ഞങ്ങൾ പറയും. ഇപ്പോൾ ഞങ്ങൾക്ക് പറയേണ്ടത് ഇതാണ്: മുജാഹിദ് വാദം അത് തെറ്റാണ്. അത് ഞങ്ങൾ തെളിയിച്ചു കളഞ്ഞു. ഇനി അതിൽ ഒരു സംശയം ബാക്കിയില്ല. പിന്നെ മൂപ്പര് പുസ്തകം മുമ്പ് വായിച്ച് അതിലെന്താ ഉള്ളത്? വിത്ത് മുളപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. ഓരോന്നിങ്ങനെ വരല്ല. നേരത്തെ അവിടെ ലോഹുർ നിസ്കരിക്കായിരുന്നു, ഇപ്പൊ വന്നപ്പോ വിത്ത് മുളപ്പിക്കല. എന്താ വ്യവസ്ഥ? വിത്ത് മുളപ്പിക്കൽ അള്ളാഹുവിന്റെ കൈവിൽപ്പെട്ടതാണ് മുജാഹിദ്, അല്ല സുന്നി. ഇതാ വ്യവസ്ഥയിലുള്ളത്. എന്നാ പിന്നെ നിങ്ങൾക്ക് അത് വായിക്കാമായിരുന്നു. ഓ മൗലവി, അതിലെന്താ തർക്കമുള്ളത്? വിത്ത് മുളപ്പിക്കുന്നവൻ അള്ളാഹുവാണ്, നിങ്ങളെ ഉത്തരം മുട്ടിപ്പിക്കുന്നതും അള്ളാഹുവാണ്, ഒക്കെയും അള്ളാഹുവാണ് കേട്ടോ. അതിലൊരു സംശയവുമില്ല. വ്യക്തമാണ് കാര്യം. പക്ഷേ അതൊന്നും അല്ല വ്യവസ്ഥ. വ്യവസ്ഥയിലുള്ളത് എന്താണ്? ഞാൻ ആവർത്തിച്ചു പറയുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ, വ്യക്തമായി തന്നെ നമ്മുടെ വ്യവസ്ഥയിൽ നമ്മൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിച്ച ദുആഇന്റെ നിർവചനം എന്താണെന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചു. ഇതിലിപ്പോടെ മക്കാ മുശ്രിക്ക്, ഇതിലൂടെ മക്കളെ മക്കാ മുശ്രിക്ക്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? മക്കാ മുശ്രിക്കിന്റെ വിശ്വാസമാണോ ഇവിടെ ചർച്ച? നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നത് ഞങ്ങൾ മറുപടി പറയണോ? ആനക്കെത്ര വാലുണ്ട്? ഞാൻ കോട്ടക്കുന്ന് പഠിപ്പിച്ചതല്ലേ അത്. ആനക്കെത്ര വാലുണ്ട്? അമേരിക്ക കണ്ടുപിടിച്ചത് ആരാ? ചോദ്യമാണ്. പക്ഷെ സംവാദത്തിൽ ചോദ്യാ. അല്ലാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിച്ച ദുആഇന്റെ നിർവചനം എന്താണെന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചു. നിങ്ങൾ എന്താ പറഞ്ഞത്? ഈ വിഷയത്തിൽ, ഏത് വിഷയത്തിൽ? മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചു എന്നുള്ള വിഷയത്തിൽ, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്ന വിഷയത്തിലല്ല. അത് എഴുതണോ? നിങ്ങൾക്ക് എഴുതിക്കോളൂ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. മക്കയിലെ മുശ്രിക്കുകൾ എന്താ വിശ്വസിച്ചത്? നിങ്ങളുടെ പൂർവികരാണോ അല്ലേ എന്ന് നിങ്ങൾക്കറിയില്ല. അവരുടെ വിശ്വാസം ഞങ്ങൾ പറഞ്ഞു തരാം. പക്ഷേ വ്യവസ്ഥ മാറ്റി എഴുതണം. നിങ്ങളുടെ ചോദ്യം അവശേഷിക്കുന്നു, തീർച്ചയായും അവശേഷിക്കും. കാരണം എന്താണ്? വിഡ്ഢികളുടെ ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞതല്ല. നിങ്ങളെ മൂത്താപ്പ സലാം സുല്ലമിൻ എഴുതിയിട്ടുണ്ട് നിങ്ങളെ കോട്ടക്കൽ ചോദ്യമൊക്കെ വിഡ്ഢികളുടെ ചോദ്യമാണ്. എന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. അത് ഞാൻ ആവർത്തിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് പറയുന്നു, വേണമെങ്കിൽ ജിന്നുകളെ സഹായം തേടിക്കോ, ആരെയും വിളിച്ചോ, ഒരു ചോദ്യം തരൂ, ചോദിക്ക് നിങ്ങള്. ഇത്രയും അധികം ചോദ്യത്തിന് അവസരം കിട്ടിയിട്ട് മാന്യമായി ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജീവൻ എന്ന് പറയുന്ന സാധനങ്ങളാണല്ലോ മുമ്പിലിരിക്കുന്നത്. വൻതോക്കുകൾ ഇല്ല, അതിന്റെ കാറ്റ് പോയിരിക്കുന്നു. അതിന്റെ തെളിവാണ് ആലുവ സംവാദം. പഠിച്ചു വെച്ചോളൂ. ജനങ്ങൾ കൃത്യമായി പഠിച്ചു. മുജാഹിദുകൾ ഇക്കാര്യം വരെ ഉണ്ടാക്കിയ എട്ടുകാലിയുടെ വല ഇവിടെ പൊട്ടിപ്പൊടിഞ്ഞു, കാറ്റിൽ പറന്നുപോയി. എന്താ കാരണോ? എന്താ കാരണം? വഫാത്തിന് ശേഷം റസൂലുള്ളാഹിനെ വിളിക്കുന്നത് പ്രാർത്ഥനയാണ്, ശിർക്കാണ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ നിർവചനമായി നിങ്ങൾ പല സ്ഥലത്തും എഴുതി വെച്ചതനുസരിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നത് ശിർക്കാണ് എന്ന് വരെ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചല്ലോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചൂടായിട്ട് കാര്യമില്ല, വിഷയം തെളിഞ്ഞുപോയി. അതെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്നു, വഫാത്തിന് ശേഷം എന്നെ വിളിച്ചാൽ പോലും ഞാൻ ഉത്തരം ചെയ്യും. നിങ്ങൾ പറയുന്നു മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ ശിർക്കാണ്. റസൂലുള്ള പറയുന്നു ഞാൻ ഉത്തരം ചെയ്യും. നിങ്ങൾ പറയുന്നു ശിർക്കാണ്. റസൂലുള്ള പറയുന്നു ഉത്തരം ചെയ്യും. നിങ്ങൾ പറയുന്നു ശിർക്കാണ്. റസൂലുള്ള പറയുന്നു ഉത്തരം ചെയ്യും. മക്കാ മുശ്രിക്കുകളെ വിശ്വാസം തിരിയാത്ത ആളാണോ മുഹമ്മദുർ റസൂലുള്ളാഹി? നിങ്ങൾ പറയണം. മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് ബോധമില്ലാത്ത ആളാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അതാണോ നബി തങ്ങൾ? എന്താണ് നിങ്ങൾ പറയാത്തത്?
അൽഹംദുലില്ലാഹ്, ഞങ്ങളുടെ വാദം അടിവരയിട്ടുകൊണ്ട് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. മുജാഹിദുകളെ, നിങ്ങൾ കിടക്കുമ്പോഴെങ്കിലും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കുക. ഇത് ആഖിറത്തിന്റെ വിഷയമാണ്, പരലോകത്തിന്റെ വിഷയമാണ്. നിങ്ങളെ ഈ തൗഹീദ് പറഞ്ഞു പറ്റിക്കുന്ന വലിയ വലിയ ആളുകൾ മുമ്പിലിരുന്നിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സഹതാപം തന്നെ, ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇനി എങ്ങനെ ചോദ്യം ചോദിക്കണമെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അവിടെ നിങ്ങൾ വീണ്ടും അനുഭവിക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ ജിന്നിനെ ബുക്ക് ചെയ്തോ, സഹായത്തിന് വേണ്ടി. രക്ഷയില്ല. ഞങ്ങളുടെ വിഷയം വളരെ വ്യക്തമാണ്. നിങ്ങൾ പറഞ്ഞ നിർവചനം അബദ്ധമാണ്. രേഖ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ വാക്കാണ്. അതിന്റെ ഇടയിൽ മക്കാ മുശ്രിക്കീങ്ങളെ തിക്കി കയറ്റി മൂപ്പര് കയറ്റുക. എന്നിട്ട് എന്തിനാ വിഷയം മാറ്റാൻ വേണ്ടി? അതൊക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തലയാട്ടിയത് കൊണ്ടായില്ല, കൃത്യമായി എന്ന് പറഞ്ഞത് കൊണ്ടായില്ല, തന്നെ എന്ന് പറഞ്ഞത് കൊണ്ടും ആയില്ല, പൊട്ടന്മാരെ എന്ന് വിളിച്ചത് കൊണ്ടും ആയില്ല. നിങ്ങൾ വിഷയം പഠിക്കണം എന്നാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ വഫാത്തിനു ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിഞ്ഞോ? ഇല്ല, കഴിയില്ല. കാരണം എന്തുകൊണ്ട്? രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓരോന്നോരോന്നായി ഞങ്ങൾ തെളിയിക്കും. ചോദിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഒറ്റ ചോദ്യം, അത് തന്നെ വൃത്തത്തിന്റെ പുറത്ത്. അതെ, ഞങ്ങൾക്ക് സഹതാപം തോന്നുകയാണ് നിങ്ങളുടെ കാര്യത്തിൽ. ഇത്ര വലിയ ആളുകളാണോ ഇങ്ങനെ കുടുങ്ങിപ്പോയത്? ഇനി ആരാണ് വരാനുള്ളത്? നിങ്ങൾ ചിന്തിക്കണം. ജിന്നുകളെ സഹായം തേടുക തന്നെ. മൗലവി വല്ലാതെ വിഷമിച്ചു പോയി അല്ലേ? കുഴപ്പമില്ല, സുന്നത്ത് ജമാഅത്തിലേക്ക് വരിക. ചോദ്യോത്തരത്തിൻ്റെ ഒന്നാം സെഷൻ മുജാഹിദ് പക്ഷം സുന്നികളോട് ചോദ്യം ചോദിക്കുകയായിരുന്നു. അടുത്ത സെഷൻ സുന്നികൾ മുജാഹിദ് വിഭാഗത്തോട് ചോദ്യം ചോദിക്കുന്നതാണ്. അതിനിടയിൽ 5 മിനിറ്റ് റെസ്റ്റാണ്. അതുപോലെ സദസ്സിൻ്റെ മാന്യതയ്ക്ക് യോജിക്കാത്ത അപശബ്ദങ്ങളൊന്നും ഉയർത്തരുത് എന്ന് മാത്രമല്ല, ഓരോ വിഭാഗത്തിനും അവരവരുടെ വളണ്ടിയേഴ്സ് തന്നെ ഉണ്ട്. അവർ പരസ്പരം നിയന്ത്രിക്കുക. അപ്പുറവും ഇപ്പുറവും മാറി വരുന്നത് പരസ്പരം കുഴപ്പങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ സ്റ്റേജിൽ നിന്ന് പണ്ഡിതന്മാർ വളരെ നന്നായി തന്നെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രോതാക്കളാണ് എന്ന ഓർമ്മയും ശ്രദ്ധയുമുണ്ടെന്ന് ഈ സദസ് ഉണ്ടാവണമെന്ന് ഈ സദസ്സിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. സഹകരിക്കുക. ചോദ്യം ചോദിക്കാനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ സംവാദത്തിൽ ഇനി മുജാഹിദ് പക്ഷത്തോട് അങ്ങോട്ട് ചോദ്യം ചോദിക്കുകയും അവർ മറുപടി പറയുകയും ചെയ്യുക എന്നതാണ് ഇനി ഇൻഷാ അല്ലാഹ് നടക്കാൻ പോകുന്നത്. ഇതുവരെ രാവിലെ മുതൽ ദുആഇന്റെ നിർവചനത്തിൽ മുജാഹിദ് പക്ഷത്തിന് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അതാണ് കാര്യത്തിന്റെ കിടപ്പ് എന്ന് എല്ലാവരും മനസ്സിലാക്കി. കാരണം അല്ലാഹു അല്ലാത്തവരോട് അയ്യൂബ് നബി പ്രാർത്ഥിച്ചിട്ടില്ല, അല്ലാഹു അല്ലാത്തവരോട് ഈസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടില്ല എന്നിങ്ങനെ സാധാരണ കവലകളിൽ വെച്ച് പറയുന്ന മേറ്റർ അത് പറയുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യുമ്പോൾ എന്താണ് പ്രാർത്ഥന എന്ന് പഠിക്കണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു സെഷൻ നമ്മൾ നടത്തിയത്. അതുകൊണ്ടാണ് മുജാഹിദുകളുടെ നിർവചനം നാം വായിച്ചത്.